നമ്മുടെ ഓരോ നീക്കവും വിജയ് കൃത്യമായി അറിയുന്നുണ്ട്. ഓരോ തവണ കാശ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴും അവരത് കറക്റ്റായി വാങ്ങി പോകുന്നുണ്ട്. ഷേണായി വന്ന് കാശിട്ട കാര്യം അവരെങ്ങനെ കൃത്യമായി അറിഞ്ഞു? ശരിയാ, കാശ് വന്ന് അരമണിക്കൂറിനുള്ളിൽ എനിക്ക് വിജയുടെ കോള് വന്നു. നമ്മൾ ഇറങ്ങാൻ നേരത്തെ കൃത്യമായി ആ എസ് ഐ അവിടെ എത്തി. പക്ഷേ ആരായിരിക്കും വിഷ്ണു ഇത്? സാറല്ലെന്ന് എനിക്കറിയാം. സാറായിരുന്നെങ്കിൽ ഒരിക്കലും ഫാമിലി ഇവിടെ കൊണ്ടുവരില്ലായിരുന്നല്ലോ. അപ്പൊ പിന്നെ ബാക്കിയുള്ള 3 പേരിൽ ഒരാൾ. നാട്ടിലോ രക്ഷയില്ല. ഇവിടെയെങ്കിലും വന്നെങ്കിലും ഗതി പിടിക്കാന്ന് വെച്ചാ അതും ഇല്ല. ജോലി കിട്ടിയിട്ട് വേണം കടങ്ങളൊക്കെ തീർക്കണം എന്ന് വിചാരിച്ച. ശരിയാ, അതും തീരുമാനം. ഇനി ആരുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങരുത് സാർ. കസ്റ്റമേഴ്സിനോട് എന്ത് പറയും വിഷ്ണു? എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കണം സാർ. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റില്ല. നാട്ടുകാർക്ക് സംശയം തോന്നില്ലേ? ഇപ്പൊ ഇത്തിരി ഡിലേ ആയിട്ടാണെങ്കിലും ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. ഡെപ്പോസിറ്റ് പണം ആർക്കും തിരിച്ചു കിട്ടാൻ പോണില്ല. മെമ്പർ വരുന്നുണ്ട്. സ്ഥലം വിറ്റ കാശ് ഡെപ്പോസിറ്റ് ചെയ്യാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ അതെ. ചാക്കോ, മെമ്പർ മാനേജറെ കാണാൻ വന്നു. കണ്ടിട്ട് വരാം. സാർ ആ കാശ് വാങ്ങരുത്. എങ്ങനെ പാവപ്പെട്ട ഒരാളാണ്. ആ കാശ് മുഴുവൻ പോകും. സാർ എന്തെങ്കിലും പറഞ്ഞു വിട്. വിഷ്ണു ഇരിക്കൂ. എന്തല്ല? നമസ്കാരപ്പാ. ആ. മാനേജറെ, ഞാൻ പറഞ്ഞില്ലേ സ്ഥലം വിറ്റ പൈസ ഉണ്ടെന്ന്, അത് ഇടാൻ വേണ്ടി വന്നത്. ഐശ്വര്യായിട്ട് അക്കൗണ്ട് ആക്ക്. മെമ്പറെ, ഈ ഇന്നത്തെ ദിവസം ഈ സാമ്പത്തിക ഇടപാടിനൊന്നും അത്ര പറ്റിയതല്ല. നിങ്ങ എന്നപ്പാ പറയുന്നത്? ഇന്ന് നല്ല ദിവസം തിങ്കളാഴ്ച. ഇതെടുത്തിട്ട് റെസീറ്റ് ആക്കപ്പാ. അല്ല, അത് എടുക്കപ്പാ. എണ്ണി നോക്ക്.